ഹൃദയകാഠിന്യവും പരിണിത ഫലവും. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം. ഹൃദയം കഠിനമാക്കുന്നത് ഒരു ആത്മീയ അപകടമാണ്. ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ടും അനുസരിക്കാത്ത അവസ്ഥയാണ് ഹൃദയകാഠിന്യം. ഹൃദയം കഠിനപ്പെട്ടവർ അതിൻ്റെ പരിണിത ഫലവും അനുഭവിച്ചിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇസ്രായേൽ ജനം. അവർ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ടിട്ടും ദൈവത്തെ പരീക്ഷിച്ചു. ചെങ്കടൽ രണ്ടായി പിളർന്ന് അവർക്കായി ദൈവം വഴിയൊരുക്കിയത് അവർ കണ്ണാലെ കണ്ടു. മന്നയും കാടപ്പക്ഷിയും ഭക്ഷിച്ചു. മാറായെ മധുരമാക്കിയത് അനുഭവിച്ചറിഞ്ഞു. ദൈവശബ്ദം നേരിട്ട് കേട്ടു. എങ്കിലും അവർ ദൈവത്തെ പരീക്ഷിച്ചു. അത്ഭുതങ്ങൾ കാണുന്നതിലല്ല, ഹൃദയം ദൈവമുൻപാകെ തുറക്കുന്നതിലാണ് കാര്യം. അവിശ്വാസമാണ് ഹൃദയകാഠിന്യത്തിൻ്റെ ഒരു കാരണം. അവർ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ സംശയിപ്പാനിടയായി. അനുസരണക്കേടാണ് മറ്റൊരു കാരണം. വചനം കേൾക്കും, എന്നാൽ പ്രവർത്തിക്കില്ല. മാനസാന്തരമില്ലായ്മയാണ് മറ്റൊരു കാരണം. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ശബ്ദത്തെ ആവർത്തിച്ചവഗണിക്കുമ്പോൾ ഹൃദയം കഠിനമാകുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യം. അവർ ദൈവത്തിൻ്റെ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചില്ല എന്ന് കാണുന്നു. കൂടാതെ അവരുടെ യാത്ര മരുഭൂമിയിൽ അവസാനിച്ചു. ഹൃദയകാഠിന്യം ദൈവിക അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം ദൈവശബ്ദം കേൾക്കുന്നു. നമ്മുടെ ഹൃദയം കഠിനപ്പെടരുത്. ഹൃദയകാഠിന്യം നാശത്തിലേക്ക് നമ്മെ നയിക്കും. ഹൃദയം കഠിനമാകുന്നത് ഒരു നാൾ കൊണ്ടല്ല, പല നാളുകളിലെ അവഗണനകളിലൂടെ പതുക്കെ സംഭവിക്കുന്നു. ആകയാൽ മാറ്റം നമുക്ക് ഇന്ന് വരുത്താം.